Exactly, there's nothing worse than the low boulders. You can't go down. I'll show you this. It's a fossil. Now the limestone rock all around us here would date from 300 to 350 million years ago. Just there. See all these little lines? Yeah, so that's part of the fossil as well. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആവീസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്, മിച്ചൽസ്റ്റൗൺ കേവ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ അകത്ത് മിച്ചൽസ്റ്റൗൺ കേവിൻ്റെ അകത്ത് എന്തൊക്കെ വിശേഷങ്ങളാണുള്ളതെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഈ കേവിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ എൻട്രൻസ്. ഇവിടെ നമ്മൾ 10 രൂപ ടിക്കറ്റ് എടുക്കണം, 10 യൂറോ. No, we haven't booked yet. We have because it's two going at 11:15 this morning. Yeah. Two. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ഈ കേവിൻ്റെ അടുത്തോട്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ കൂടെ. അപ്പം നമുക്കൊരു ഗൈഡ് കൂടെ വരും. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 10:30ക്കാണ് ഇവിടെ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10:30ക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ 11:15 അപ്പോൾ 11:15 വരെ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ആരും വന്നിട്ടില്ല, ഞങ്ങളാണ് ആദ്യം വന്നേക്കുന്നത്. അപ്പോൾ അവർ കുറേ ആൾക്കാരെ കൂട്ടിയായിരിക്കും പോകുന്നത്. അപ്പം 11:15 വരെ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വേറെ ഒരു മനുഷ്യനില്ല. ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കസേര, പുരാതനമായ കുറേ കസേരയൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളങ്ങനെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് അതിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇവിടെ നേരത്തെ ഒരു പാറമടയായിരുന്നു. 1833 മൈക്കൽ കോണ്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഈ പാറമട പണിതുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കേവ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പം അവരിത് 3 കിലോമീറ്ററോളം ഇതിന്റെ ഉള്ളിൽ പോയി, അതായത് മെഴുകുതിരി വെളിച്ചത്തിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അത് ഫുള്ള് കണ്ടെത്തി. അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ ഒരുപാട് കാഴ്ചകളുണ്ട്. അതായത് ഈ കാൽസ്യം കാർബണേറ്റിന്റെ ഒരു വൻ ശേഖരമുണ്ട്. അങ്ങനെ കുറെ നേരം ഞങ്ങൾ കാത്തിരുന്ന ശേഷം കുറെ ആൾക്കാർ വന്നു. കുറെ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്നതാന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിന്റെ അകത്തോടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 88 സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു നിരപ്പ് എത്തുന്നിടം വരെ പോകുന്നത്. ചെറിയൊരു വഴിയാണ്. ഞാനൊക്കെ പോകുമ്പോൾ തലയിടിക്കും, കുനിഞ്ഞൊക്കെ ഇറങ്ങി പോകണം. ഒരാകെ കട്ടി ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഇതിന്റെ തുടക്കത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിറങ്ങാനുള്ള കോവണികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഫ്രണ്ടിൽ പോയി, ഞാൻ പുറകെ ഇങ്ങനെ പോകും. ആദ്യകാലങ്ങളിൽ ഇത് കണ്ടുപിടിച്ച സമയത്ത് മറ്റേ റോപ്പൊക്കെ കെട്ടിയാണ് ഇതിന്റെ അകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 പേര് തന്നെ ഇങ്ങനെ നടക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ വർഷങ്ങളെടുത്ത് പണിതു എന്നാണ് ഇതിന്റെ ഹിസ്റ്ററിയിൽ പറയുന്നത്. അതായത് ലാസ്റ്റ് എന്നിട്ട് അവർ വർഷങ്ങളോളം പണിതിട്ടാണ് ഈ 1 കിലോമീറ്ററോളം ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു ഇതിൽ പണിതെടുത്തേക്കുന്നത്. ലാസ്റ്റ് അവരുടെ കാൽപ്പാടുകളൊക്കെ അവരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കൊണ്ടുപോയിട്ട കോൺക്രീറ്റിന്റെ കൂടെ അവരവരുടെ കാൽപ്പാടും കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇതുവരെ സ്റ്റെപ്പ് ഇറങ്ങി തീർന്നിട്ടില്ല. ഇത് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന ഒരു നിരപ്പ് സ്ഥലത്തോട്ടാണ്. പിന്നെ ഇങ്ങനെ വളർന്നിരിഞ്ഞ് കുറേ പോകണം. അപ്പം ഞങ്ങളിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇത് പോകുന്നത്. ഇതിൽ ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും വന്നതാണ്. ചെറിയ വെട്ടമേ ഉള്ളൂ. അപ്പം ഈ ലൈറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് വെട്ടക്കുറവൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഏകദേശം ഞങ്ങളിതാ നിരപ്പ് എത്തി. ഇനി നേരെ നടന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അത്, ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകൾ ഇതിൻ്റെ അത് കാണാനുണ്ട്. അതായത് നമ്മൾ ഭൂമിക്കടിയിൽ കൂടെ ഒക്കെ പുഴ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാനൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒഴുകിയിരുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളാണ് ഏറ്റവും പുറകിൽ പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറെ സ്കൂൾ പിള്ളേരും അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡുണ്ട്.
അപ്പോൾ പുള്ളിക്കാരി എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ എങ്ങോട്ടൊക്കെയാണ്. ഒത്തിരി അതായത് ഡൈവേർട്ട് ചെയ്ത് ഈ കേവ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇതിനകത്ത് ചുണ്ണാമ്പ് കല്ലിൻ്റെ വൻ ശേഖരമാണുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറേ ഫോസിലുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. Many different directions. For example, if everyone wants to look just over there across the top of those boulders, if you climb in over there, you'll actually see the entrance to 4 different passages. So this isn't the only passage in the cave. There's actually a spiderweb of passages, but there's 4 different ones in there. And if you went into one of those passages, eventually you would come to a lake. So there is actually a lake deep down in the cave, believe it or not. Now it's only 1 kilometre from here. I've never been to it myself, and that is because it takes about 4 or 5 hours crawling to get to the lake. So it's not easy. It's not like this passage where you can just walk through it. It's called the Rabbit's Burrow, and it is quite narrow. So I've never been, and I don't intend on going either. But if anyone fancies crawling for 4 hours. So the lake is 4 metres deep. It's 4 degrees in temperature, and it's about half the size of this cavern, if you were to compare it to something. 2 local teenage boys named Shelley. So they were the first to explore the cave, and they just bought basic equipment. So they brought ropes, candles and burning turf. And they'd use the turf every time they came across a big drop or a crevice that they didn't know the depth of. So they'd throw the turf down first and they'd look down and check the depth, and then they would climb down using the ropes. ഉള്ള സത്യം പറഞ്ഞാൽ നല്ല പേടിയാവും ഇതിൻ്റെ അകത്തോടെ നടക്കാനായിട്ട്. അതായത് ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ മൊത്തം 4 പേരെ ഉള്ളായിരുന്നു. ഞങ്ങൾ വേറെ 2 പേരും പിന്നെ ഗൈഡ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് വന്ന് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ്. പുള്ളിക്കാരി അന്നേരം ഞങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെന്ന് പറഞ്ഞാൽ അവിടുന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടമൊക്കെ കിട്ടി, ബോൺസ് ഒക്കെ കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് വൈകുന്നേരങ്ങളിൽ സൗണ്ടുകൾ കേൾക്കാം എന്നൊക്കെ പുള്ളിക്കാരി ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം നമുക്ക് പേടിയാവും. നമ്മൾ തൊട്ട് മുമ്പ് നിന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇത് 3 4 ആയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി ഒരു പുഴയുടെ സൈഡിലോട്ട് ചെല്ലുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്കടിയിലൂടെ പുഴ ഒഴുകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളായിരുന്നു. നേരത്തെ ഇതിലേ ഒഴുകിക്കൊണ്ടിരുന്നതാണ്, അങ്ങനെയാണ് ഇതെല്ലാം ഫോം ചെയ്തേക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞ് ഈ കാൽസ്യം കാർബണേറ്റും പലതരത്തിലുള്ള മിനറൽസ് കൊണ്ടുള്ള ഈ ഫോർമേഷൻസ് ആണ്. അപ്പം ഇനിയുള്ള നമ്മൾ ഇനി ചെല്ലുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുകൊണ്ട് വലിയ ഫോർമേഷൻസ്. And there's another entrance to a series of passages just in there. So there is another 3 or 4 passages in there. And if you walk in one of them for about 3 hours, you'd actually end up coming out just where we were in the second cavern. So it kind of loops back around. So the map of the cave, a lot of the passages just loop back around to here and to the second cavern. And if we all want to turn directly behind us, guys, you see that curtain formation is quite big, that's hanging from the roof in the distance. That one is called Eagle's Wing. So the special thing about this formation is that it's actually still not connected at the very bottom. You might think it's a pillar or a column, but if you look closely, there's 10 millimetres still left to join. And that was actually measured back in 1833 by the first cave explorers, and there's still no change after almost 190 years. So you'd imagine 1 centimetre might have grown by now, but no, nothing has changed, not even a millimetre.
So that gives you an idea of how slow these formations take to grow. It could be another 100 years before something happens, no one knows, but in our lifetime nothing in the cave will change that much really. And then if we all turn back around and look to my left, when you go up the steps, this is probably the first thing you see, and it is amazing. This is the best formation we have by far in the cave. It's called the Tower of Babel, and it's named after a story in the Bible. So this would have started off just like a stalactite. So any of those up there, that's actually how it started, and eventually it grew to this size. So your guess is as good as mine as to how old this is or how long it took to grow. And the estimate would be it's between about 150 and 300,000 years old. But it's not older than 300,000 anyway. But it is quite hard to estimate exactly how old it is. It's one of the finest columns in Europe as well, actually. So we're really proud to have it here at Mitchelstown Cave. You wouldn't see formations like this in every cave. And in fact, some caves in Ireland don't really have any formations apart from stalactites. So we're quite lucky to have these on display. And I'll be showing you then, just behind the rock there's a small opening. And in that opening there's actually a vertical drop of 60 feet. So we call it the chimney. It goes down 60 feet or 20 metres. And up into the 1960s, I find it hard to believe, but the tours actually used to go down there. So they used to come down with their candles, and the tour guide would go down first, and he would show the group where to put their feet and their arms and things, and they would climb down after him. And when they get to the very bottom of that cave, of that drop, then just below us now, there is actually a cavern, and that cavern is 3 times the size of this one we're standing in now. അപ്പോൾ നമുക്ക് കടന്നു വരാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഫോർമേഷൻസിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കാണുന്നത്. അപ്പോൾ ഈ പില്ലറുകൾ കണ്ടോ, ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്തേക്കുന്നത്? അവർ പറയുന്നത് വെച്ചാണെങ്കിൽ ഇതിൻ്റെ 1 സെൻറ്റിമീറ്റർ വളരണമെങ്കിൽ 1000 വർഷത്തോളം വേണമെന്നാണ്. അതായത് ഇപ്പോൾ ഇത് ഗുഹ കണ്ടുപിടിച്ചിട്ട് തന്നെ 200 വർഷത്തോളമായി. അപ്പോൾ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇതിന് പലതിനും ഒരു മാറ്റം പോലും സംഭവിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എത്ര പഴക്കമുള്ള സംഭവമാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കേവിൻ്റെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാവിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. ഈ കേവിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫോർമേഷനാണിത്. അപ്പം ഇതിനെ 1 സെൻറ്റിമീറ്ററിൽ 1000 വർഷങ്ങൾ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിൽ നിന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം നമ്മളെ ഇത് എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പണിത 2 ആൾക്കാർ ഇവിടെ അവരുടെ കാൽപ്പാടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാണുന്ന കാൽപ്പാടുകളാണിത്. അങ്ങനെ വ്യത്യസ്തമായ കുറെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 12 ഡിഗ്രിയാണ്. അതായത് ഫുൾ എല്ലാ സമയത്തും ഒരേ ടെമ്പറേച്ചറാണ് 12 ഡിഗ്രി. അപ്പം വിന്റർ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം മൈനസൊക്കെ പുറത്താകുമ്പോൾ ഇവിടെ 12 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. പിന്നെ നമ്മളിപ്പോൾ ഭൂമിയുടെ ഒരു 250-60 അടി താഴ്ചയിലാണ് നിൽക്കുന്നത്. ഈ ചെറിയൊരു മൗണ്ടിന്റെ മുകളിൽ നിന്ന് 260 അടി താഴ്ചയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ഹാവ് എ ഗുഡ് ഡേ.